ഞങ്ങളുണ്ടല്ലോ സലാനോട് തമാശക്ക് ഫുഡ് വാങ്ങി തരുവച്ച് നമുക്ക് ആറും എടുത്ത് മേലോട്ട് പോയി തിരിച്ചു. ഇക്കാക്കൻ്റെ ബ്രദറിനോട് വെറുതെ ചോദിച്ചതാട്ടോ ഞങ്ങൾ ഫുഡ് വാങ്ങിത്തരും. അപ്പോൾ അവന് കാറൊക്കെ എടുത്ത് വന്നിട്ട് ഞങ്ങളോട് വേഗം മാറ്റി ഇറങ്ങാൻ. ടൈമാണെങ്കിൽ 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിട്ടിയ പർദ്ദ ഞാൻ അതന്നെ വേഗം എടുത്തിട്ട് കിബറാക്കാനൊന്നും നിന്നില്ല. എല്ലാം കിട്ടിയ പർദ്ദയായിട്ട് വേഗം ഇറങ്ങി. ഈ സ്ഥലം ഞങ്ങൾ ഫുഡ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ വെറുതെ ചോദിച്ചത് എന്താ പറയുക നമ്മൾ തമാശ ചോദിച്ചതാണ്. എന്നാലും വെറുതെ ഫുഡ് കിട്ടില്ല. ഇത് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഫുഡാട്ടോ. നമ്മൾ 10 മണി കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൻ അവിടെ ഇങ്ങനെ വെറുതെ വന്നിരുന്നപ്പോൾ നമ്മൾ കുറത്താനം പറഞ്ഞിരിക്കുമ്പോൾ വെറുതെ ചോദിച്ചാൽ ഫുഡ് കഴിഞ്ഞ് തരുമെന്ന് പറഞ്ഞ് എന്നാൽ മാറ്റിക്ക് ഞാൻ കാറും എടുത്ത് തരാമെന്ന്. അങ്ങനെ താത്തനെ വിളിച്ചപ്പോൾ താത്ത ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടേന്. താത്ത വരുന്നില്ലായിരുന്നു. 10 മണി കഴിഞ്ഞിട്ടുണ്ടേ പോകുമ്പോൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓൻ്റെ കൂടെ പോയി. നമ്മൾ മക്കാനിയിലായിട്ട് പോയത്. ഓമശ്ശേരിയിലെ ശാന്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ചിക്കു ഷാർജ അനാറ് ഗ്രേപ്പ് മുസംബി ഓറഞ്ച് വാനില സ്ട്രോബെറി ചിക്കു ഏതുണ്ട് കറക്റ്റ് പറയണം. മാറ്റി പിന്നെ തരില്ല. അല്ല ഇപ്പെടുത്തോളൂ. ഓനെ ഫുഡ് കഴിക്കില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അവൻ്റെ വീഡിയോ ലൈക്ക് പോലും ചെയ്യല്ല ഗൈസ്. അവൻ്റെ കാക്കൻ്റെ അനിയനാണ്. എന്തായാലും കൈ കൊടുക്കും. മക്കളെ അമ്മമാരായാലും ഇങ്ങനെ പണിയെടുക്കേണ്ടി വരും ഗൈസ്. ഞങ്ങൾ വന്നിട്ടുള്ള ശാന്തിൻ്റെ ഓപ്പോസിറ്റുള്ള മക്കാനി എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ വ്ളോഗ് ചെയ്തോണ്ട് ഇപ്പം എല്ലാവരും അറിയാലോ. 4-5 10 ആൾക്കാരെ കാണും. ആദ്യക്ക് ചോറൊന്നും വേണ്ട. ഓനൊരു ജ്യൂസിന് മക്കൾക്ക് മന്തി ബിരിയാണി ഒക്കെ പറ്റും. ഇതും പറ്റും. ഇപ്പൊക്കെ കുറച്ചൊരു പണ്ടൊന്നും ഓന് ഒട്ടും കഴിക്കൂലായിരുന്നു കേട്ടോ. ഇപ്പൊ പോലെ കുറച്ചൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് കഴിക്കും. എന്നോട് മുട്ട പൊരിച്ചെടുക്കാനൊക്കെ പറഞ്ഞു അന്ന് പോകുമ്പോൾ. മുട്ട ഒന്നും കഴിക്കൂല ഇനിയല്ലാന്. അതൊക്കെ കഴിക്കൂലേ ഗൈസോനിന്റെ ബാക്കിയാണ്. ഫുഡ് കിട്ടിയാൽ മതി. ഞങ്ങൾ മിണ്ടാണ്ടെന്നോളൂന്ന്. സന്തോഷമായ ഇനി പോയിട്ട് തിന്നിട്ടേ. സുർക്കാണ് കേട്ടോ മുത്തായ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ. പക്ഷെ അത് ഒന്നുകൂടെ സ്പെഷ്യലാക്കി എന്താ വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഫുഡായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ നല്ലോണം മാക്കം നല്ലോണം കഴിച്ച് ഫുഡാക്കി. അതുപോലെ എൻ്റെ ഹാലിമും നല്ലോണം ഫുഡ് കഴിച്ചിട്ടോ. ആദ്യം പിന്നെ ഒരു ജ്യൂസിലൊതുക്കി. അങ്ങനെ എവിടെ പോയാലും മിക്കവാറും അങ്ങനെ. ഇനി നമ്മൾ വെക്കണ്ട. എനിക്കാക്ക മെല്ലെ കഴിച്ചോളും. ചിക്കൻ മാത്രം നോക്കി വെക്കുന്നത്. എൻ്റെ മോന് കണ്ണ്. നമ്മൾ ഫുഡ് അടി കഴിഞ്ഞാണെങ്കിൽ ആശാന്റെ ഫുഡ് അടി കഴിഞ്ഞില്ല കേട്ടോ. ഹലിം പോവാ ടാറ്റാ. അപ്പോൾ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല റാഹത്തെ ഒരു ഫുഡൊക്കെ കഴിച്ച്. പിന്നെ കാക്ക വന്നിട്ടുണ്ടായില്ല കേട്ടോ. കാക്ക പീടി കഴിഞ്ഞ് പിന്നെ കാക്ക ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളെ ബേക്കിൽ തന്നെ കാക്കയും വീട്ടിലെത്തിയിട്ട്. ഹാലിമാണെങ്കിൽ ഉറക്കം വന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഫുഡും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ എടുത്തിട്ടുള്ളൊരു വ്ളോഗുമാണ് ഇത് വന്നിട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.